കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരിൽ ഒരാളാണ് നടി മഞ്ജു വാര്യർ. WCCയിലെ പ്രമുഖയായ നടി സിനിമാ മേഖലയിൽ പ്രശ്നം നടക്കുന്നില്ലെന്ന് പറഞ്ഞതായിട്ടും ആ നടിക്ക് മാത്രം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതായിട്ടുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇത് മഞ്ജു വാര്യരാണെന്ന തരത്തിൽ പ്രചരിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ നിറയെ മഞ്ജുവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി. എന്നാൽ ഈ ആരോപണങ്ങളിൽ ചില സംശയം ഉന്നയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ജോളി ജോസഫ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഒരുപാട് കണ്ടെത്തലുകളിൽ ഒരു പ്രമുഖ നടി കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് അവർ കൂടി സ്ഥാപകയായ WCCയിൽ നിന്നും വിട്ടുപോയെന്നും മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് ചൂഷണം നടക്കുന്നില്ല എന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് എല്ലാത്തരം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രമുഖയായ നടി മഞ്ജു വാര്യർ തന്നെയെന്ന് മാധ്യമങ്ങൾ സ്വയമേ കണ്ടെത്തുകയും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ഒരുപാട് ന്യൂസുകൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന WCC എന്ന സംഘടനയോടും അതിലെ ആദരണീയരായ കലാകാരികളോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്കുള്ള സംശയങ്ങൾ ചിലത് താഴെ കുറിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അപ്പോഴും ഇപ്പോഴും മുൻനിരയിൽ അതിജീവിതയ്ക്കൊപ്പം പോരാടുന്ന മഞ്ജു വാര്യർ മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് ചൂഷണം നടക്കുന്നില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നടിയെ ആക്രമിച്ച കേസിനെ തുടർന്ന് മഞ്ജു വാര്യരും മറ്റ് സഹപ്രവർത്തകരും ചേർന്നുണ്ടാക്കിയ WCCയിൽ നിന്നും മഞ്ജു വാര്യർ രാജിവെച്ചു, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ടു എന്ന് WCCയിലെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ മാധ്യമങ്ങൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയത്? ഇത്തരം കുപ്രചരണങ്ങൾ ആരെ സംരക്ഷിക്കാനായിരുന്നു? ഇന്നലെ വൈകിട്ട് വരെ പല ചാനലുകളിലും ഇന്റർവ്യൂ നൽകിയ ചില WCC അംഗങ്ങൾ പ്രമുഖയായ സ്ഥാപക അംഗത്തിനെ കുറിച്ച് യാതൊന്നും പറയാതെ ഒഴിഞ്ഞുമാറി. അവരെ ട്രോൾ ചെയ്യാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുവാനുള്ള അവസരം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ? സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കെതിരെ ഒരുപാട് മോശം ന്യൂസുകൾ, പരാമർശങ്ങൾ പ്രചരിക്കുമ്പോഴും WCCയിലെ ആരും അവയെ തള്ളിപ്പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ഇപ്പോഴത്തെ ഈ സ്ഥാപകാംഗത്തിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകൾക്കെതിരെ WCC ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അടുത്തത് മഞ്ജു വാര്യർ ഫീൽഡ് ഔട്ട് ആയി എന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വേട്ടയാൻ എന്ന സാക്ഷാൽ രജനീകാന്ത് സിനിമയിലാണ് മഞ്ജു ഇപ്പോൾ അഭിനയിക്കുന്നത്. അടുത്ത വർഷവും ബ്രഹ്മാണ്ഡ സിനിമകൾ ഉൾപ്പെടെ കൈനിറയെ കരാറുകളുള്ള കലാകാരിയെയാണ് ഫീൽഡ് ഔട്ട് നടി എന്ന പേരിൽ കുപ്രചരണങ്ങൾ നടക്കുന്നത്. അതും വിശ്വസിക്കുന്നവരോട് മഹാ കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മനീഷ് നാരായണൻ മഞ്ജു വാര്യർ ഇന്റർവ്യൂ കാണേണ്ടത് തന്നെയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 3 മുൻനിര നായികമാരുടെ സിനിമകൾ നാളെ റിലീസ് ചെയ്യപ്പെടുകയാണ്. മഞ്ജുവിന്റെ ഫൂട്ടേജ്, ഭാവനയുടെ ഹണ്ട്, മീര ജാസ്മിന്റെ പാലും പഴവും. മലയാള സിനിമകളിൽ സ്ത്രീകൾക്ക് അവസരമില്ല എന്ന് പറയുന്നവർ ആദ്യ ദിവസം തന്നെ സിനിമകൾ കണ്ട് വിജയിപ്പിക്കുമല്ലോ എന്നും പറഞ്ഞാണ് നിർമ്മാതാവ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.